നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി 15 ദിവസം നീണ്ടുനിൽക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് ചൊവ്വാഴ്ച തിരശ്ശീല ഉയരും. സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇതോടെ തുടക്കമാകും. സംഗീതോത്സവം CCTV സിനിമാ ചാനലിലൂടെയും TCV ഉത്സവ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ നിന്നും മണ്ണ് കയറ്റിയ ടോറസ് ലോറികൾ കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ മതിയായ രേഖകളില്ലാതെയാണ് അമിതഭാരം കയറ്റി മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നതെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. നെല്ലുവായ് പട്ടാമ്പി റോഡിലുള്ള ധന്വന്തിരി ആയുർവേദ ഭവനിൽ നിർമ്മിച്ച ഔഷധോദ്യാനമായ തൊടിയിലെ ചെടി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി CCTVയും ധന്വന്തിരി ആയുർവേദ ഭവനും ചേർന്ന് നടത്തിയ പ്രതിദിന പ്രോഗ്രാമിന്റെ വിജയത്തെ തുടർന്നാണ് ഉദ്യാനം നാടിന് സമർപ്പിച്ചത്. കുന്നംകുളം സെന്റ് തോമസ് ഓർത്തഡോക്സ് കിഴക്കേ പുത്തൻപള്ളിയിൽ സഭാ ജ്യോതിസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് ഒന്നാമൻ മലങ്കര മെത്രാപ്പൊലീത്തയുടെ 208ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. നിരവധി വിശ്വാസികൾ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. വിശദമായ വാർത്തയിലേക്ക്. ആദ്യം ഏകാദശി വിശേഷം. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി 15 ദിവസം നീണ്ടുനിൽക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് ചൊവ്വാഴ്ച തിരശ്ശീല ഉയരും. സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇതോടെ തുടക്കമാകും. ചെമ്പൈ സംഗീതോത്സവം CCTV സിനിമാ ചാനലിലൂടെയും TCV ഉത്സവ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. കർണാടക സംഗീത കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണാർത്ഥമാണ് ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരു ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ഗുരുവായൂരിലെത്തിക്കും. ഭാഗവതരുടെ ഭവനത്തിൽ നിന്ന് വാഹനഘോഷയാത്രയായി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഗുരുവായൂരിൽ എത്തുക. കിഴക്കേ നടയിൽ സ്വീകരിച്ചാനയിക്കുന്ന തമ്പുരു സംഗീതമണ്ഡപമായ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ സ്ഥാപിക്കും. തുടർന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംഗീതോത്സവത്തിന് തിരിതെളിയിക്കും. ശ്രീഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം വയലിൻ വിദൂഷി സംഗീത കലാനിധി കുമാരി A കന്യാകുമാരിക്ക് സമർപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ച ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗം കൂടിയായ PS വിദ്യാധരൻ മാസ്റ്ററെയും ആദരിക്കും. തുടർന്ന് കന്യാകുമാരിയുടെ സംഗീത കച്ചേരിയും അരങ്ങേറും. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ശ്രീലകത്ത് നിന്ന് പകർന്നെത്തിക്കുന്ന ഭദ്രദീപം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സംഗീത മണ്ഡപത്തിൽ തെളിയിക്കും. തുടർന്ന് ക്ഷേത്രം നാദസ്വരം തവിൽ അടിയന്തര വിഭാഗം മംഗളം വായിക്കുന്നതോടെ സംഗീതോത്സവത്തിന് തുടക്കമാകും. തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം സംഗീതോപാസകർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. ഏകാദശി ദിവസമായ ഡിസംബർ 11-ന് സമാപിക്കും. CCTV ന്യൂസ് ഗുരുവായൂർ. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം സുവർണ ജൂബിലിയുടെ നിറവിലെത്തിയതിന്റെ സന്തോഷം പങ്കിട്ട് തിരുവെങ്കിടം പാനയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. പാനയോഗം പ്രസിഡന്റ് ശശി വാറനാട്ട് അധ്യക്ഷത വഹിച്ചു. ചെമ്പൈ സംഗീതോത്സവത്തിൽ കഴിഞ്ഞ 50 വർഷവും നിത്യ നിറസാന്നിധ്യമായ വയലിൻ കുലപതി തിരുവിഴ ശിവാനന്ദൻ, സംഗീതോത്സവത്തിലെ നിറസാന്നിധ്യമായ ഗുരുവായൂരിന്റെ സംഗീതജ്ഞൻ മണികണ്ഠൻ ഗുരുവായൂർ, ദേവസ്വത്തിന്റെ ശ്രീ മാനവേദ പുരസ്കാരം നേടിയ രാജു കലാനിലയം എന്നിവരെ ആദരിച്ചു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, കോർഡിനേറ്റർ ബാലൻ വാർനാട്ട്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, മാധ്യമപ്രവർത്തകരായ VP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, അഷ്ടപതി അധ്യാപകൻ ജ്യോതിദാസ് ഗുരുവായൂർ, V ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ലക്ഷദ്വീപത്തിന്റെ സുവർണ ശോഭയിൽ ഗുരുവായൂരിൽ ഏകാദശി വിളക്ക് ആഘോഷിച്ചു. ഗുരുവായൂർ അയ്യപ്പ ഭജന സംഘം വകയാണ് സന്ധ്യയ്ക്ക് ലക്ഷദ്വീപം തെളിയിച്ചത്. ക്ഷേത്ര നടപ്പുരകളിലും വിളക്കുമാടങ്ങളിലും ദീപസ്തംഭങ്ങളിലും ദീപങ്ങൾ തെളിഞ്ഞു. ക്ഷേത്രത്തിൽ നാഗസ്വരം, ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളത്തോടെ കാഴ്ചശിവേലി, കേളി, എടയ്ക്ക പ്രദക്ഷിണത്തോടെ എഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടായി. കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റി, ദാമോദർദാസ്, ദേവികൃഷ്ണൻ എന്നീ ആനകൾ പറ്റാനകളായി. അന്നദാനവും ഉണ്ടായിരുന്നു. ഭാരവാഹികളായ പാനൂർ ദിവാകരൻ, ചന്ദ്രൻ ചങ്കത്ത്, രാജു കലാനിലയം, പ്രഭാകരൻ മണ്ണൂർ, ബാലൻ വാർനാട്ട്, ശിവൻ കണിച്ചാടത്ത്, രാമകൃഷ്ണൻ ഇളയത്
MP ശങ്കരനാരായണൻ, ദിനേശ് കോഴിക്കുളങ്ങര, മോഹന ചിത്ര എന്നിവർ നേതൃത്വം നൽകി. ഏകാദശി വിളക്ക് ആഘോഷങ്ങളുടെ 16ാം ദിവസമായ ചൊവ്വാഴ്ച PN നാണു എഴുത്തച്ഛൻ സൺസ് വക സമ്പൂർണ്ണ നെയ്വിളക്ക് ആഘോഷിക്കും. രാവിലെ കാഴ്ചശിവേലിക്ക് തിരുവല്ല രാധാകൃഷ്ണന്റെ മേളം, സന്ധ്യയ്ക്ക് ഗുരുവായൂർ ഗോപന്മാരാരുടെയും വിജേഷ് പറമ്പന്തളിയുടെയും തായമ്പക, രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് പരക്കാട് തങ്കപ്പന്മാരാർ, നെല്ലുവായ് ശശി എന്നിവരുടെ പഞ്ചവാദ്യം എന്നിവയുമുണ്ടാകും. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മാനവേദ സുവർണ മുദ്ര പുരസ്കാരം നേടിയ ചുട്ടി ആശാൻ E. രാജുവിനെ ഗീതാഗോവിന്ദം ട്രസ്റ്റ് അനുമോദിച്ചു. അനുമോദന സമ്മേളനം നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം അഷ്ടപതി അധ്യാപകൻ ജ്യോതിദാസ് കൂടത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ശശി വാർനാട്ട്, പ്രഭാകരൻ മണ്ണൂർ, ബാലൻ വാർനാട്ട്, പാനൂർ ദിവാകരൻ, വിബീഷ് ഗുരുവായൂർ, V. ബാലകൃഷ്ണൻ നായർ, രാജീവ് കൊളാടി എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. നെല്ലുവായ് പട്ടാമ്പി റോഡിലുള്ള ധന്വന്തരി ആയുർവേദ ഭവനിൽ നിർമ്മിച്ച ഔഷധോദ്യാനമായ തൊടിയിലെ ചെടി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. തൊടിയിൽ വളരുന്ന സസ്യലതാദികളുടെ ഔഷധ പ്രാധാന്യം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി CCTVയും ധന്വന്തരി ആയുർവേദ ഭവനും ചേർന്ന് നടത്തിയ പരിപാടിയാണ് തൊടിയിലെ ചെടി. ഔഷധ സസ്യങ്ങളെയും ഔഷധഗുണങ്ങളെയും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി CCTV അവതരിപ്പിച്ച തൊടിയിലെ ചെടി എന്ന പരിപാടിയുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് നെല്ലുവായ് ധന്വന്തരി ആയുർഭവനിൽ തൊടിയിലെ ചെടി എന്ന ഔഷധ ഉദ്യാനം ഒരുക്കിയത്. 367-ലധികം ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തിയ CCTVയുടെ ജനപ്രിയ പ്രോഗ്രാമിന്റെ വിജയം കൂടിയാണ് ധന്വന്തരിയിൽ ഒരുക്കിയ തൊടിയിലെ ചെടി. PG കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സുജനപാലും ഡയറക്ടർ ഡോക്ടർ ചന്ദ്രശേഖരും ചേർന്ന് ഔഷധ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CCTV ആരംഭിച്ച തൊടിയിലെ ചെടി എന്ന പ്രോഗ്രാമിൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരണം നൽകുകയും ആയുർഭവനിൽ ഈ ആശയം പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ CCTVക്കും അഭിമാന നിമിഷമാണെന്ന് CCTV പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് പറഞ്ഞു. തൊടിയിലെ ചെടി എന്ന പ്രോഗ്രാം നമ്മൾ CCTV ആരംഭിക്കുന്നത് തന്നെ നിരവധിയായ ചെടികൾ, ഈ ഭൂലോകത്തുള്ള ഒരുപാട് ചെടികളുടെ ഡീറ്റെയിലുകൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക് അറിയാതെ പോകുന്നു. അതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയാതെ പോകുന്നു, അതിൻ്റെ പ്രത്യേകതകൾ അറിയാതെ പോകുന്നു, അതിൻ്റെ ശാസ്ത്രീയനാമം അറിയാതെ പോകുന്നു. ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ, പുതിയ തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടിയുള്ള ഒരു ഡോക്യുമെന്റേഷനാണ് CCTV ഉദ്ദേശിച്ചത്. CCTV ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിൽ നമ്മൾ കൈപ്പിടിച്ച് നിന്ന്, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് നിന്ന് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ചെടികൾ മാത്രം വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് CCTV ഇതുവരെയും അവതരിപ്പിച്ചിട്ടുള്ളത്. റെഗുലറായിട്ട് ഇങ്ങനെ ആളുകൾക്ക് വീക്ഷിക്കാവുന്ന തരത്തിൽ നമ്മൾ അങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി 367 എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു. അതിൽ നമ്മൾ കൃതാർത്ഥരാണ്. അതിനെ സഹായിച്ചത് ശ്രീകൃഷ്ണ ധന്വന്തരി ആയുർവേദ ഭവനിലെ ഡോക്ടർ ശ്രീകൃഷ്ണനും അവരുടെ അനുയായികളായിട്ടുള്ള ഡോക്ടർമാരുമാണ്. ആയുർവേദ തോട്ടമായിട്ട് അവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. ധന്വന്തരിയുടെ ഒരു പ്രതിമയോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായിട്ട് ഉള്ള 24 അടി ഉയരമുള്ള ധന്വന്തരി പ്രതിമയാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ സറൗണ്ടിങ് ഏരിയ മുഴുവൻ 1 ഏക്കർ സ്ഥലത്തോളം ആയുർവേദ ചെടികൾ നട്ട് ഒരു ആയുർവേദ ഉദ്യാനം തന്നെ തൊടിയിലെ ചെടി എന്ന പേരിൽ അവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ചടങ്ങിൽ കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ AP ഹരിദാസ്, ധന്വന്തരി ആയുർഭവൻ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ, ഡോക്ടർ S ശ്രീനാഥ്, ഡോക്ടർ S ശ്രീഹരി, ആയുർവേദ ഡോക്ടർമാർ, ഗവേഷണ വിദ്യാർത്ഥികളും സന്നിഹിതരായിരുന്നു. ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഉദ്യാനത്തിൽ സോമലത, ശമി, ദശപുഷ്പങ്ങൾ തുടങ്ങിയവയും നക്ഷത്രവനം, രാശിവനം എന്നിവയും അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങളുമുണ്ട്. ആയുർവേദ സമൂഹത്തിനും ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഔഷധ സസ്യങ്ങളെ അറിയാനും പഠിക്കാനും സാധ്യമാവുകയും ചെയ്യും. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സന്ദർശന സമയം. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പെരുന്നാൾ ആഘോഷത്തിനിടെ പോലീസ് ജീപ്പിന് മുകളിൽ കയറി യുവാവിന്റെ നൃത്തം തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. പുഴയ്ക്കൽ ആമ്പക്കാട്ട് പള്ളി പെരുന്നാളിനിടെയാണ് പോലീസ് ജീപ്പിന് മുകളിൽ കയറി പുഴയ്ക്കൽ സ്വദേശി അഭിത്ത് നൃത്തം വെച്ചത്. തടയാൻ ശ്രമിച്ച പേരാമംഗലം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയാണ് യുവാവും സഹോദരൻ അജിത്ത്, ചിറ്റാട്ടുകര സ്വദേശി ധനൻ, കുന്നത്തങ്ങാടി സ്വദേശി എഡ്വിൻ എന്നിവർ ചേർന്ന് കയ്യേറ്റം ചെയ്തത്. തുടർന്ന് ജീപ്പിന് മുകളിൽ നൃത്തം തുടർന്ന അഭിത്തിനെ പോലീസ് ഉദ്യോഗസ്ഥർ തള്ളിയിടുകയും 4 പേരെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ നിന്നും മണ്ണ് കയറ്റിയ ടോറസ് ലോറികൾ കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ മതിയായ രേഖകളില്ലാതെയാണ് അമിത ഭാരം കയറ്റി മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നതെന്ന് ആരോപിച്ചാണ് ടോറസ് ലോറികൾ തടഞ്ഞത്.
കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെ സംരക്ഷണ സമിതി നടത്തുന്ന പ്രതിഷേധത്തെ മറികടന്ന് കോടതി വിധിയുടെയും ജിയോളജി വകുപ്പിന്റെയും അനുമതിയോടെയാണ് റോഡ് നിർമ്മാണ കമ്പനി മണ്ണെടുക്കുന്നത്. വീതി കുറഞ്ഞ പാതയിലൂടെ അമിത ഭാരം കയറ്റി ലോറികൾ പോകുമ്പോൾ റോഡ് തകരുകയും ജലവിതരണ പൈപ്പുകൾ പൊട്ടി വെള്ളം വിതരണം തടസ്സപ്പെടുകയും രൂക്ഷമായ പൊടിശല്യവുമാണ്. ഇതാണ് പ്രദേശവാസികളെ പ്രകോപിതരാക്കിയത്. പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 ലോറികൾ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ മണ്ണെടുക്കാൻ അനുമതിയില്ലാത്ത ലോറികൾ വീണ്ടും എത്തിയതാണ് കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചത്. അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾക്കും അനുമതിയില്ലാതെ മണ്ണെടുക്കാൻ വന്ന വാഹനങ്ങൾക്കും നേരെ നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലത്തെത്തിയ പോലീസ് പറഞ്ഞതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. കുന്ന് സംരക്ഷണ സമിതി കൺവീനർ നസറുദ്ദീൻ, വൈസ് ചെയർമാൻമാരായ വിഘ്നേശ്വര പ്രസാദ്, MA കമറുദ്ദീൻ, MN സലാഹുദ്ദീൻ എന്നിവരും നാട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. തലക്കോട്ടുകര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കേരളീയ സമൂഹവും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വായനശാലയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം K. രാജഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് P. മാധവൻ അധ്യക്ഷനായി. കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് CF ബെന്നി വിഷയാവതരണം നടത്തി. മാധ്യമപ്രവർത്തകരായ ജോസ് മാളിയേക്കൽ, പോൾ വാഴപ്പിള്ളി എന്നിവർ വിഷയത്തിൽ സംസാരിച്ചു. വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ വായനശാല അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. വായനശാല സെക്രട്ടറി CK മുരളി, എക്സിക്യൂട്ടീവ് അംഗം KV വില്യംസ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ ABVP പ്രവർത്തകർക്ക് അനധികൃത പ്രവേശനം നൽകിയതായ SFI പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് വിദ്യാർത്ഥികൾക്കെതിരെ മാനേജ്മെന്റ് നിയോഗിച്ച കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. അരുൺ, ആദർശ്, നന്ദു, ഹരിദാസ്, ശ്രീജിൻ എന്നിവർക്കെതിരെയാണ് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം കഴിയുന്നതുവരെ 4 പേർക്കും കോളേജിൽ പ്രവേശനമുണ്ടായിരിക്കില്ലെന്നും കോളേജ് പ്രധാനാധ്യാപകൻ ഡോക്ടർ KS രഞ്ജിത്തിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. 4 പേർക്കാണ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അനധികൃത നിയമനം നൽകിയതെന്നും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അന്ന് ABVP പ്രവർത്തകർക്ക് അനധികൃതമായി പ്രവേശനം നൽകിയതെന്നും SFI പ്രവർത്തകർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പാളിനെയും നോഡൽ ഓഫീസറെയും SFI പ്രവർത്തകർ ദിവസങ്ങൾക്ക് മുമ്പ് ഉപരോധിച്ചിരുന്നു. ഡിഗ്രി കോഴ്സിലേക്ക് 3 വിദ്യാർത്ഥികൾക്കും PG കോഴ്സിന് 1 വിദ്യാർത്ഥിക്കുമാണ് പ്രവേശനം നൽകിയിരുന്നതെന്നും എന്നാൽ പ്രവേശനം നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ കഴിയാത്തതിനാൽ ഇത്തരത്തിൽ അനധികൃത പ്രവേശനം നേടിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് SFI പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പാളിനെയും നോഡൽ ഓഫീസറെയും ഉപരോധിച്ചത്. സംഭവം ദേവസ്വം ബോർഡുമായി ചർച്ച ചെയ്തതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്ന് കോളേജ് അധികൃതർ SFI പ്രവർത്തകർക്ക് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് അന്ന് ഉപരോധം അവസാനിപ്പിച്ചത്. തുടർന്നാണ് മാനേജ്മെന്റ് അന്വേഷണത്തിനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും 4 വിദ്യാർത്ഥികൾക്കെതിരെയുള്ള തുടർ നടപടി. CCTV ന്യൂസ്, കുന്നംകുളം. സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം ചിയ്യാനൂർ പാടത്ത് വാഹനങ്ങളുടെ കൂട്ടയിടി. KSRTC ബസ്സിടിച്ച് നിയന്ത്രണം വിട്ട ലോറി നിർത്തിയിട്ട 4 ബൈക്കുകൾ തകർത്തു. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. ജാസ് ബാറിന് സമീപത്ത് വെച്ച് മുന്നിൽ പോയിരുന്ന ഓട്ടോ ടാക്സി പെട്ടെന്ന് തിരിയാൻ ശ്രമിച്ചതോടെ ചങ്ങരംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറി പെട്ടെന്ന് ബ്രേക്കിടുകയായിരുന്നു. പുറകിൽ വന്ന KSRTC ബസ് ലോറിയിൽ ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട ലോറി റോഡരികിൽ നിർത്തിയിട്ട ബൈക്കുകളിൽ ഇടിച്ചു കയറുകയായിരുന്നു. അപകട സമയത്ത് ഇവിടെ ആളില്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ചങ്ങരംകുളം പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കരാർ തൊഴിലാളികൾക്ക് തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ടേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ CITU കുന്നംകുളം ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു.
കുന്നംകുളം CV സ്മാരക ഹാളിലെ AR ഹിതേഷ് നഗറിൽ ഡിവിഷൻ പ്രസിഡന്റ് NS അനിൽകുമാർ പതാക ഉയർത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനുശേഷം സിനിത് P ബാലകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും വിനിൽ K ജോണി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KF ഡേവിസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് NS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ ട്രഷറർ PG ജയപ്രകാശ്, KSEBOA സംസ്ഥാന ഭാരവാഹി C പ്രദീപൻ, KSEBWA ഡിവിഷൻ സെക്രട്ടറി CK ദിനേശ്, EBCWA ജില്ലാ പ്രസിഡന്റ് KV ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി VA തോമസ് റിപ്പോർട്ടിംഗ്, കണക്ക് എന്നിവ അവതരിപ്പിച്ചു. സംഘടനയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV സുകുമാരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്നു നടന്ന ചർച്ചയിൽ സിനിത് P ബാലകൃഷ്ണൻ, വിനിൽ K ജോണി, ഷീന CB, സന്തീഷ്, പ്രസാദ്, വിവേക്, നാരായണൻ എന്നിവർ സംസാരിച്ചു. കരാർ തൊഴിലാളികൾക്ക് സ്ഥിരം തൊഴിലാളികളുടെ ശമ്പളത്തിന്റെ 30% ദിവസവേതനമായി നിശ്ചയിക്കണമെന്ന് സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന് PY നജ്മുദ്ദീൻ സ്വാഗതവും നിയുക്ത സെക്രട്ടറി VA തോമസ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി NS അനിൽകുമാർ പ്രസിഡന്റ്, VA തോമസ് സെക്രട്ടറി, ഫ്രാൻസിസ് ഡേവിസി ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. പുന്നയൂർക്കുളം തങ്ങൾപ്പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ തങ്ങൾപ്പടി സ്വദേശി കറുത്തേടത്ത് സതീഷിനെ അകലാട് മുന്നേനി VK ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അണ്ടത്തോട് തങ്ങൾപ്പടി പെട്രോൾ പമ്പിന് മുൻവശത്താണ് കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചത്. വേദമന്ത്രധ്വനികളാൽ മുഖരിതമായ കടവല്ലൂർ അന്യോന്യം സമാപിച്ചു. കടവല്ലൂർ അന്യോന്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ 10 ദിവസങ്ങളിലായി തിരുനാവായ തൃശൂർ യോഗങ്ങളിലെ വേദപണ്ഡിതർ മാറ്റുരച്ച വേദപരീക്ഷയും അന്തർദേശീയ സെമിനാറുകളും കലാപരിപാടികൾക്കുമാണ് സമാപനം കുറിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് സെക്രട്ടറി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. അന്യോന്യ പരിഷത്ത് വൈസ് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ദേവസ്വം ഓഫീസർ രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ വേദജ്ഞരായ ബ്രഹ്മശ്രീ പുറപ്പുറം വാമനൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ പുത്തിലം രാമാനുജൻ അക്കിത്തിരിപ്പാട് എന്നിവർക്ക് പരിഷത്തിന്റെ ഈ വർഷത്തെ പുരസ്കാരവും കരുവാട്ട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നാമധേയത്തിലുള്ള പുരസ്കാരം മുണ്ടയൂർ സിദ്ധാർത്ഥിനും സമർപ്പിച്ചു. അന്യോന്യ പരിഷത്ത് അംഗങ്ങളായ രാമനുണ്ണി ചടങ്ങിന് സ്വാഗതവും അരവിന്ദൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വേദിയിൽ കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിന്റെ കുചേലവൃത്തം കഥകളിയും ഉണ്ടായിരുന്നു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുന്നംകുളം സെന്റ് തോമസ് ഓർത്തഡോക്സ് കിഴക്കേ പുത്തൻപള്ളിയിൽ സഭാ ജ്യോതിസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് ഒന്നാമൻ മലങ്കര മെത്രാപ്പൊലിത്തയുടെ 208ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായിരുന്നു പെരുന്നാൾ ആഘോഷം. ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ ഫാദർ പീറ്റർ കാക്കശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായി. വൈകിട്ട് പള്ളിയിൽ സന്ധ്യാ നമസ്കാരം, തുടർന്ന് വാദ്യമേളത്തോടെ അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണവും നടന്നു. പെരുന്നാൾ ദിവസമായ തിങ്കളാഴ്ച രാവിലെ 7-ന് പ്രഭാത നമസ്കാരം, 8-ന് ഫാദർ TC ജേക്കബിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന എന്നിവയും ഉണ്ടായി. വൈകിട്ട് കൊടിയും സ്ലീബായും ഏന്തിയുള്ള പ്രദക്ഷിണവും ആശീർവാദവും, ശേഷം നേർച്ച സദ്യ വിതരണവും നടന്നു. ക്രമീകരണങ്ങൾക്ക് കൈസ്ഥാനി CJ വർഗീസ്, വികാരി ഫാദർ TC ജേക്കബ്, സെക്രട്ടറി PC റെജി എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ പാലുവായ് സെന്റ് ആന്റണീസ് CUP സ്കൂളിൽ ഉപജില്ലാതല ശാസ്ത്ര പ്രവൃത്തി പരിചയ കലാകായിക മേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബാൻഡ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മാമാ ബസാർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷെഫീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, കൗൺസിലർമാരായ അജിത ദിനേശൻ, KM മെഹറൂഫ്, TK നൌഫൽ, പ്രധാന അധ്യാപിക ഡോക്ടർ സിസ്റ്റർ നോയൽ, അനീഷ ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു. നവംബർ 26 ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി ഒരുമനയൂർ പഞ്ചായത്തിൽ 1 മുതൽ 19 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിരനശീകരണ ഗുളിക നൽകുന്നതിനായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്ലാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളിലും വിദ്യാലയങ്ങളിലും മരുന്ന് വിതരണം നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ സനൽ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PM വിദ്യാസാഗർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അംഗൻവാടി അധ്യാപകർ, ആശാ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂനിയർ പബ്ലിക് നഴ്സുമാരായ അജിത, സുമംഗല,
മിഡ് ലെവൽ നഴ്സുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കലാകായിക ശാസ്ത്രമേളകളിൽ മികച്ച വിജയം നേടിയ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ അനുമോദന യോഗവും ആഹ്ലാദ പ്രകടനവും സംഘടിപ്പിച്ചു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ LP വിഭാഗം ഓവറോൾ 2ാം സ്ഥാനവും, അറബിക് കലോത്സവത്തിൽ LP വിഭാഗം ഓവറോൾ 1ാം സ്ഥാനവും, ശാസ്ത്രമേളയിൽ LP ശാസ്ത്ര വിഭാഗം ഓവറോൾ 2ാം സ്ഥാനവും, കായികമേളയിൽ LP കിഡ്ഡീസ് ഗേൾസ് ഓവറോൾ 1ാം സ്ഥാനവും നേടിയിരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷനായി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, വാർഡ് മെമ്പർ MK ജോസ്, SMC ചെയർമാൻ AU മനാഫ്, പ്രധാനാധ്യാപിക KA സുജിനി, MPTA പ്രസിഡന്റ് VK ജയലക്ഷ്മി, സ്റ്റാഫ് പ്രതിനിധികളായ PA അൻവർ, ജിഫി ജോയ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചൊവ്വന്നൂർ ശ്രീ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നവംബർ 28 വ്യാഴാഴ്ച കൊടിയേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 7-ന് ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി ഉത്സവത്തിന്റെ കൊടിയേറ്റം നിർവഹിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ദിവസേന രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, രാവിലെ 7:30 മുതൽ മേളത്തോടുകൂടിയ കാഴ്ചശീവേലി, എഴുന്നള്ളിപ്പ്, നവകം, പഞ്ചഗവ്യം എന്നിവയുണ്ടാകും. വൈകിട്ട് 4:30 മുതൽ കാഴ്ചശീവേലി, ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ്, അത്താഴപൂജ, തായമ്പക, കേളി, പ്രദക്ഷിണം തുടങ്ങിയ ചടങ്ങുകളും ദിവസേനയുണ്ടാകും. ദിവസേന ഭക്തജനങ്ങൾക്ക് അന്നദാനം, എഴുന്നള്ളിപ്പുകൾ, വിവിധ വാദ്യഘോഷങ്ങൾ, കലാപരിപാടികൾ എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കൊടിയേറ്റ ദിവസമായ വ്യാഴാഴ്ച രാവിലെ മുതൽ കലവറ നിറയ്ക്കലെന്ന പ്രത്യേക ചടങ്ങും ഉണ്ടായിരിക്കും. വിവിധ ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ പ്രഭാഷണം, ചാക്യാർകൂത്ത്, നൃത്തനൃത്യങ്ങൾ, ഗാനസുധ, തായമ്പക എന്നിവയും ഉണ്ടാകും. ഉത്സവം സമാപന ദിവസമായ ഡിസംബർ 5 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ഭഗവാനെ ആറാട്ടിനായി കലശമല ചിറയിലേക്ക് എഴുന്നള്ളിക്കും. മേളത്തോടെയുള്ള തിരിച്ചെഴുന്നള്ളിപ്പ് വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രത്തിലെത്തുകയും 11 പ്രദക്ഷിണം പൂർത്തിയാക്കുന്നതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങുകയും ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KK ആനന്ദൻ, സെക്രട്ടറി ബിനു K ബാലകൃഷ്ണൻ, രക്ഷാധികാരി പരമേശ്വരൻ ഈച്ചരത്ത്, M ബിജുപാൽ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാകായിക ശാസ്ത്രമേളകളിൽ പ്രതിഭകളെ അനുമോദിച്ചു. ശാസ്ത്രമേളയിൽ കുന്നംകുളം ഉപജില്ലയിൽ ഓവറോൾ നേടി ജില്ലയിലും സംസ്ഥാന തലത്തിലും മികച്ച വിജയം നേടിയവർ, കായികമേളയിൽ ഉപജില്ല, ജില്ലാ, സംസ്ഥാന മത്സരങ്ങളിൽ വിജയം നേടിയവർ, കലോത്സവത്തിൽ ഉപജില്ലയിൽ വിജയം നേടിയവർ എന്നിവരെയാണ് അനുമോദിച്ചത്. വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി കുട്ടികളും അധ്യാപകരും ട്രോഫികളുമായി ഘോഷയാത്ര നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കൂടിയ അനുമോദന സമ്മേളനത്തിൽ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC എന്നിവർ കുട്ടികളെയും അധ്യാപകരെയും പരിശീലകരെയും അനുമോദിച്ചു. സംസാരിക്കുകയും കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. CPIM കടവല്ലൂർ നോർത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് ടർഫിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി നിർവഹിച്ചു. നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗം K കൊച്ചനിയൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഫുട്ബോൾ മത്സരത്തിൽ 16 ടീമുകൾ പങ്കെടുത്തു. മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ടീമുകൾക്ക് ലോക്കൽ സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വേലൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള സേവന സ്വയം സഹായ സംഘത്തിന്റെ 15ാം വാർഷികം കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ജോയ് കയ്യാലവിള അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി സണ്ണി പുലിക്കോട്ടിൽ, ബാങ്ക് സെക്രട്ടറി MD ജോസഫ്, 12ാം വാർഡ് മെമ്പർ CD സൈമൺ എന്നിവർ സംസാരിച്ചു. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്ര വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഴുവൻ വിളക്കാഘോഷവും അന്നദാനവും നടത്തി. ശനി, ഞായർ ദിവസങ്ങളിൽ ഭജനയും ഉണ്ടായി. വിളക്ക് ദിവസം കൊച്ചന്നൂർ കരിച്ചാൽക്കടവ് അയ്യപ്പൻകാവിൽ നിന്നും വൈകിട്ട് 7 മണിക്ക് ഉടുക്കുപാട്ടിന്റെയും പഞ്ചവാദ്യത്തിന്റെയും മാളികപ്പുറങ്ങളുടെയും താലപ്പൊലിയോടെയും കൂടി പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. എരുമപ്പെട്ടി പഴവൂർ നവജ്യോതി വിളക്ക് യോഗത്തിന്റെ നേതൃത്വത്തിലാണ് ഉടുക്കുപാട്ട് നടത്തിയത്. കലാമണ്ഡലം മനീഷിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായിരുന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ ഉടുക്കുപാട്ട്, പുലർച്ചെ വെട്ടുംതട, കനലാട്ടം, വിളക്ക് ദിവസം ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്ത സമ്പൂർണ്ണ അന്നദാനവും ഉണ്ടായി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ശിവദാസൻ പരുത്തിവളപ്പിൽ, ജോയിന്റ് സെക്രട്ടറി രമേശ് കരുവളപ്പിൽ, വിളക്ക് കമ്മിറ്റി ട്രഷറർ പുഷ്കരൻ പാറക്കാട്ട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രസാദ് പട്ടിക്കര, സുനിൽകുമാർ പാറക്കാട്ട്, സുരേഷ് പാലക്കൽ, അർമുഖൻ, വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
വിഭവസമൃദ്ധവും പോഷകമൂല്യവുമുള്ള രുചികരമായ ഭക്ഷണം തയ്യാറാക്കുക എന്നത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് NK അക്ബർ MLA. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാചകപ്പുരയുടെ ശിലാസ്ഥാപനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. AXC സനൽകുമാർ റിപ്പോർട്ട് അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. പുന്നൂർകുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ, SMC ചെയർമാൻ ജയപ്രകാശ്, SSG ചെയർമാൻ ഗോവിന്ദൻ മാസ്റ്റർ, MPTA പ്രസിഡന്റ് ലിജി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രിൻസിപ്പൽ സന്തോഷ് സ്വാഗതവും PTA പ്രസിഡന്റ് V താജുദ്ദീൻ നന്ദിയും പറഞ്ഞു. MLAയുടെ LAC SDF ഫണ്ടിൽ 15.30 ലക്ഷം വകയിരുത്തി 517 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് പാചകപ്പുര നിർമ്മിക്കുന്നത്. കരാറുകാരൻ MM സുനിലിന്റെ നേതൃത്വത്തിലാണ് പണികൾ നടത്തുക. അടുത്ത അധ്യയന വർഷം കുട്ടികൾക്ക് നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി ഈ പാചകപ്പുര ഉപയോഗിക്കുക. അത് കേട്ടപ്പോൾ ഈ +2 കുട്ടികളുടെ മുഖമൊക്കെ വാടി. ഈ വർഷം നടക്കില്ലേ? അപ്പോ സുനി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയുള്ള ഈ വർഷം പൂർത്തിയാവുക. അപ്പോ കുട്ടികളുടെ ഈ വർഷം അധ്യയന വർഷം മാർച്ച് മാസമാണ് അവസാനിക്കുക. അപ്പൊ അതിനു മുമ്പായിട്ട് പണിയൊന്ന് മാർച്ച് അവസാനത്തിന് പൂർത്തിയായാൽ അതിൽ പായസം കുടിച്ചു പോകണമെന്ന് കുട്ടികൾക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ആഗ്രഹം നിറവേറ്റി കൊടുത്തൊരു പുണ്യം കിട്ടുന്ന കാര്യം കൂടിയാണ്. CCTV ന്യൂസ് പുന്നയൂർകുളം. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മിശിഹായുടെ ക്രിസ്തുരാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. ഓരോ ക്ലാസ്സിലെയും മതബോധന വിദ്യാർത്ഥികൾ പ്ലക്കാർഡുകൾ കൈകളിലേന്തി ക്രിസ്തുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് റാലിയിൽ പങ്കെടുത്തു. മറ്റം ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി സ്കൂൾ റോഡ് വഴി ചുറ്റി പള്ളി അങ്കണത്തിലെത്തി സമാപിച്ചു. തുടർന്ന് ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ പതാക ഉയർത്തി ക്രിസ്തുവും മാലാഖമാരും അണിനിരുന്ന ടാബ്ലോയും മത്സരാടിസ്ഥാനത്തിലുള്ള റാലിയും നടന്നു. വിശ്വാസ പരിശീലന വിഭാഗം പ്രിൻസിപ്പാൾ VK ജോർജ് മാസ്റ്ററും അധ്യാപകരും നേതൃത്വം നൽകി. പഠനത്തോടൊപ്പം കായികമായി മുന്നേറുക എന്ന ലക്ഷ്യത്തോടെ കുന്നംകുളം ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വിദ്യാർത്ഥികൾക്കായി പുതിയ ഷട്ടിൽ കോർട്ടും പവലിയനും തുറന്നു. മാനേജർ ഫാദർ ബെഞ്ചമിൻ OICയുടെയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷിയുടെയും നേതൃത്വത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം റോയ് തങ്കച്ചൻ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സ്കൂൾ ഗെയിം 2024-25 സബ് ജൂനിയർ ഗേൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ജേതാക്കളും ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായ മീനാക്ഷി VS, അന്ന കാതറിൻ, അൽസിയ MV എന്നിവരുടെ പ്രകടനവും ഉണ്ടായി. അധ്യാപകരായ ഫാസിൽ ബാപ്പു, ജിഷ്ണു VM, കോളേജ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി സയന സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ MLAയുടെ 2022-23 വർഷത്തെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം NK അക്ബർ നിർവഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് കണ്ണാത്ത് അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ ഫാദർ ഡെന്നീസ് മാറോക്കി, ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വടക്കേക്കാട് പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ഫ്രെഡി KS റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡംഗം ഷനിൽ KS, ചാവക്കാട് AEO ജയശ്രീ PM, PTA പ്രസിഡന്റ് ദിനേശ് G നായർ, MPTA പ്രസിഡന്റ് രചന PR, സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി സൈമൺ കൊളന്നൂർ എന്നിവർ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണം നടത്തിയ കരാറുകാരൻ ജിജുവിനെ ചടങ്ങിൽ ആദരിച്ചു. 6 ലക്ഷം രൂപ ചെലവിട്ട് 200 സ്ക്വയർ ഫീറ്റിലാണ് ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഹെഡ്മാസ്റ്റർ AD സാജു സ്വാഗതവും അധ്യാപിക ഷിബി ലാസർ നന്ദിയും പറഞ്ഞു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി പ്രതിഭകൾ നഗരത്തിൽ വിജയാഹ്ലാദ നടത്തി. സംസ്ഥാന സ്കൂൾ കായികമേള, ശാസ്ത്രമേള വിജയികളും കുന്നംകുളം ഉപജില്ലാ കലോത്സവം HSS വിഭാഗം ഓവറോൾ നേടിയവരും വിവിധ ഉപജില്ല, ജില്ലാ മത്സര വിജയികളായവരുമാണ് ട്രോഫികളും മെഡലുകളുമായി നഗരവീഥിയിലൂടെ വിജയാഹ്ലാദ റാലി നടത്തിയത്. സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി സമാപിച്ചു. പ്രിൻസിപ്പാൾ PI റസിയ, പ്രധാനാധ്യാപിക ഡാർലിമോൾ ഐസക്, കായിക അധ്യാപകൻ PM ശ്രീനേഷ്, അധ്യാപകമാരായ ജ്യോതിലക്ഷ്മി, അരുണോദയ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചാവക്കാട് MRRM സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ആഹ്ലാദ പ്രകടനം നടന്നു. ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ നടത്തിയ പ്രകടനത്തിന് പ്രിൻസിപ്പാൾ MD ഷീബ, ഹെഡ്മിസ്ട്രസ് M സന്ധ്യ, PTA പ്രസിഡന്റ് ഷൈബി വത്സൻ, അധ്യാപകരായ ജിസ്മി ജോസ്,
PC ശ്രീജ, AV ശ്രീജ, സോഷ്യ KV, ലിമി CM, KS ചിത്ര തുടങ്ങിയവർ നേതൃത്വം നൽകി. കലോത്സവത്തിൽ സംസ്കൃതോത്സവത്തിൽ ഓവറോൾ 2ാം സ്ഥാനവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഓവറോൾ 3ാം സ്ഥാനവും നേടിയ MRRMലെ കുട്ടികൾ രചന, നൃത്ത വിഭാഗത്തിൽ ഉൾപ്പെടെ നിരവധി ഇനങ്ങളിൽ 1ാം സ്ഥാനവും സ്വന്തമാക്കിയിരുന്നു. PFRDA നിയമം റദ്ദ് ചെയ്യുക, വിനാശകരമായ ലേബർ കോഡുകൾ പിൻവലിക്കുക, കാർഷിക മേഖല തകർക്കുന്ന നിയമങ്ങൾ ഉപേക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചൊവ്വന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി യൂണിറ്റിലെ മറ്റം സെന്ററിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് CN ശ്രീധരക്കുറുപ്പ് പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AF ജോണി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി CA ഫ്രാൻസിസ്, ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ ശക്തിധരൻ മാസ്റ്റർ, കണ്ടാണശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് C നാരായണൻ, സെക്രട്ടറി PR സത്യപാലൻ എന്നിവർ സംസാരിച്ചു. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം നേതൃത്വത്തിൽ ഒപ്പം 2024 എന്ന പേരിൽ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബഷീർ ഒറ്റകത്ത് അധ്യക്ഷനായി. സജി ജേക്കബ് ക്യാമ്പ് നയിച്ചു. ഹെഡ് മിസ്ട്രസ് സരസ്വതി ടീച്ചർ, SMC ചെയർമാൻ അജിത് താഴത്തേൽ, MPTA പ്രസിഡന്റ് ഫൗസിയ ഫിറോസ്, കോർഡിനേറ്റർ ജിനി ജോർജ് എന്നിവർ സംസാരിച്ചു. സേവനം, സഹജീവനം തുടങ്ങിയ വിഷയങ്ങളിലൂന്നി വിവിധ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, അവതരണങ്ങൾ, കളികൾ, പാട്ടുകൾ എന്നിവയുടെ അവതരണവുമുണ്ടായി. മാലിന്യ സംസ്കരണ സർവേയും സംഘടിപ്പിച്ചു. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദൈവാലയത്തിലെ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷം സമാപിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ അൽഫോൻസാമ എന്നിവരുടെ തിരുനാളാണ് 2 ദിവസങ്ങളിലായി ആഘോഷിച്ചത്. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടത്തിയ തിരുനാൾ പ്രദക്ഷിണത്തോടെയാണ് തിരുനാളിന് സമാപനമായത്. ആൻഡ്രു സേവിയർ പാട്ടുകുർബാനയ്ക്ക് കാർമ്മികനായി. ഇടവക വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി, ജനറൽ കൺവീനർ സിജോ ജോസ്, കൈക്കാരന്മാരായ PP ജോസ്, PB ലൈജോ, NJ ജെമി, NP സേവി എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് സെന്റ് ബെനഡിക്റ്റ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് അരിയും കിടപ്പ് രോഗികൾക്ക് ധനസഹായവും വിതരണം ചെയ്തു. പള്ളി വികാരി ഫാദർ നവീൻ മുരിങ്ങത്തേരി അരി വിതരണവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ ധനസഹായ വിതരണവും നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ മുഖ്യാതിഥിയായി. യൂണിറ്റ് പ്രസിഡന്റ് CJ ജോഷി, സെക്രട്ടറി NJ സിജോ, ട്രഷറർ CR ജോയ്, വൈസ് പ്രസിഡന്റ് യോഹന്നാൻ പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. വെള്ളർക്കാട് മനപ്പടി ഫാറൂഖ് മസ്ജിദ് അങ്കണത്തിൽ ബുധനാഴ്ച വൈകിട്ട് 6:30 താജുൽ ഉലമ നൂറുൽ ഉലമ ഉറൂസ് മുബാറക് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ എരുമപ്പെട്ടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിട്ടുവീഴ്ചയില്ലാത്ത ആദർശത്തിലും കണിശമായ ആത്മീയതയിലും ഊന്നി ജീവിതം നയിക്കുകയും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി സംഭാവനകൾ നൽകുകയും ചെയ്ത വ്യക്തിത്വങ്ങളാണ് സയ്യിദ് അബ്ദുൽ റഹ്മാൻ അൽ ബുഹാരി ഉള്ളാൾ തങ്ങളും MA അബ്ദുൽ ഖാദർ മുസ്ലിയാരും. കേരളത്തിനകത്തും പുറത്തുമുള്ള ആധുനിക രീതിയിലുള്ള മദ്രസ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയവരിൽ പ്രധാനികളാണ് ഇവർ രണ്ടുപേരും. വലിയ പണ്ഡിത ശിഷ്യ സമ്പത്തിനുടമകളും സമസ്തയുടെ നേതാക്കളുമായിരുന്ന ഇവരുടെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടിയാണ് സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കുന്നംകുളം റേഞ്ചിന്റെ നേതൃത്വത്തിൽ ഉറൂസ് മുബാറക് നടത്തുന്നത്. ഒരു പുരുഷായുസ് മുഴുവനും മത, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസപരമായ മേഖലകളിൽ ചിലവഴിച്ച ഈ മഹൽ വ്യക്തിത്വങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക, അവരുടെ സ്മരണ എന്നെന്നും നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ 10 വർഷത്തോളമായി സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ കുന്നംകുളം റേഞ്ച് ഈ ഉറൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ബുധനാഴ്ച വൈകിട്ട് 6:30 നടക്കുന്ന പരിപാടി SYS തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് നിസാമി ഉദ്ഘാടനം ചെയ്യും. SJM കുന്നംകുളം റേഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് സദി അധ്യക്ഷനാകും. സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. സയ്യിദ് തഖിയുദ്ദീൻ ജീലാനി ആന്ത്രോത്ത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സൈനുദ്ദീൻ സഖാഫി അൽ അർഷദി വെന്നിയൂർ സ്വാഗതം പറയും. SMK തങ്ങൾ അൽ മുഖൈബിലി ദേശമംഗലം മൗലീദ് പാരായണത്തിന് നേതൃത്വം നൽകും. സദസ്സിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് അലി സദി, സൈനുദ്ദീൻ സഖാഫി, ബഷീർ മുസ്ലിയാർ പള്ളിക്കുളം,
SMK തങ്ങൾ, അൽ മുഖൈബിലി, ദേശമംഗലം എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ജില്ലാ സമ്മേളനത്തിന്റെ കേച്ചേരിയിൽ മതമൈത്രി സമ്മേളനം സംഘടിപ്പിച്ചു. ഞായറാഴ്ച സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിൽ ദൈവവിശ്വാസം സമാധാനത്തിലേക്കുള്ള പാത എന്ന പ്രമേയത്തിൽ നടന്ന തൃശൂർ പാലക്കാട് ജില്ലാ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മതമൈത്രി സമ്മേളനം നടന്നത്. സമാധാന സന്ദേശമാണ് വേദഗ്രന്ഥങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് എന്നുള്ള തത്വവും ഇന്ത്യ വിവിധ മതങ്ങളുടെ ഗേഹമാണെന്നും മതമൈത്രിയിലൂടെ ജീവിക്കേണ്ടത് അനിവാര്യമാണെന്നും ഉദ്ബോധിപ്പിച്ച മതമൈത്രി സമ്മേളനത്തിൽ മൗലാന നാസർ അഹമ്മദ്, ഫാദർ പോൾ തേലക്കാട്ട്, H. സുലൈമാൻ മാസ്റ്റർ, മൗനയോഗി ഹരിനാരായണ സ്വാമി എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. ഏറ്റവും പ്രധാനമായി മതവിശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്തിന് ഒരു സൃഷ്ടികർത്താവുണ്ട് എന്നുള്ളതിനുള്ള വിശ്വാസമാണ്. എല്ലാ മതങ്ങളും പറയുന്നത് ലോകത്തിന് സൃഷ്ടികർത്താവുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ മതങ്ങളും എടുത്ത് പരിശോധിച്ചാൽ എല്ലാ മതങ്ങളും നന്മയെ പ്രബോധിക്കുന്നു എന്നുള്ളതാണ്. മരത്തങ്കോട് മേരിമാത പള്ളിയിലെ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തു രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത രാജ്യത്വ തിരുനാൾ റാലിക്ക് ശേഷം വികാരി ഫാദർ നവീൻ മുരിങ്ങത്തേരി തിരുനാൾ പതാക ഉയർത്തി. വിശ്വാസ പരിശീലന പ്രിൻസിപ്പാൾ ഡോക്ടർ ജോൺസൺ ആളൂർ സന്ദേശം നൽകി. കൈക്കാരൻ തോമസ് ചക്രമാക്കിൽ, സിൽജി റോബി, സിജോ MJ, ജാർലി റോബർട്ട്, സിന്ധു ജെയ്സൺ, പ്രീത വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ മിശിഹായുടെ രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. പ്ലക്കാർഡ് മത്സരം, റാലി എന്നിവ സംഘടിപ്പിച്ചു. വികാരി റവറൻ ഫാദർ ജോമോൻ മുരിങ്ങത്തേരി, പ്രിൻസിപ്പാൾ ജെയ്സൺ AJ, സി ലിറ്റി ജോസഫ്, ബ്രദർ അഖിൽ കപ്പൂച്ചിൻ, ഡാമി AD എന്നിവർ നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്ത് വയോജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച വയോജനോത്സവം പ്രശസ്ത സിനിമാ സീരിയൽ താരം രമാദേവി ഉദ്ഘാടനം ചെയ്തു. RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ബ്ലോക്ക് മെമ്പർ സ്വപ്ന റഷീദ്, പഞ്ചായത്ത് മെമ്പർമാരായ വിമല നാരായണൻ, ശുഭ അനിൽകുമാർ, ആരിഫ സാബിർ, വിദ്യ ഉണ്ണികൃഷ്ണൻ, വിജിനി ഗോപി, VV ബാലകൃഷ്ണൻ, ICDS സൂപ്പർവൈസർ സഹീറ, അസിസ്റ്റന്റ് സെക്രട്ടറി TK സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. ആലൂർ പ്രിയദർശിനി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദര സദസ്സും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിക്കുള്ള ധനസഹായ വിതരണവും നടന്നു. ബാങ്കിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചത്. ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് P മോഹനൻ അധ്യക്ഷത വഹിച്ചു. IUML ജില്ലാ ട്രഷറർ PEA സലാം മുഖ്യപ്രഭാഷണം നടത്തി. ബാങ്ക് മെമ്പർമാരും ജീവനക്കാരും ചേർന്ന് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സമാഹരിച്ച ധനസഹായം സഹയാത്ര പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. ഡോക്ടർ E അലി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചരമം പെങ്ങാമുക്ക് മൂലേപ്പാട് ചെറുകാക്കശ്ശേരി പരേതനായ വർഗീസ് മകൻ ചിന്നൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം മൂലേപ്പാട് ബ്രദറൻ സെമിത്തേരിയിൽ നടന്നു. മേരി ഭാര്യയും സർഗീവ്, സജീവ് എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ചീരംകുളം തെക്കേക്കര വറീദ് മകൻ തമ്പി നിര്യാതനായി. 84 വയസ്സായിരുന്നു. റിട്ടയർഡ് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്നു പരേതൻ. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. സരോജം ഭാര്യയും പരേതനായ സജിത്ത്, പ്രിയ എന്നിവർ മക്കളുമാണ്. കാട്ടകമ്പാൽ ചെറുവത്തൂർ വിൽസൺ ഭാര്യ ശാന്ത നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം കാട്ടകമ്പാൽ മാർ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ നടന്നു. വിനോദ്, ഷിനോദ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ താമരയൂർ ഹരിദാസ് നഗറിനടുത്ത് കാർഗിൽ റോഡ് മോളൂർ മഠത്തിൽ പുണ്യം MP മോഹനൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കൃഷ്ണനാട്ടം പാട്ട് വിഭാഗം ആശാനായിരുന്നു. സുനീതി ഭാര്യയും. കൃഷ്ണരാജ്, കൃഷ്ണ എന്നിവർ മക്കളുമാണ്. സംസ്കാരം
പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. കുനമുച്ചി തൈക്കാട്ടിൽ കുമാരൻ മകൻ രാജഗോപാൽ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രമ ഭാര്യയും വരുൺ, ശ്രീയ എന്നിവർ മക്കളുമാണ്. മരത്തങ്കോട് കിടങ്ങൂർ PSP കുട്ടഞ്ചേരി പരേതനായ കൃഷ്ണൻകുട്ടി മകൻ ഹരി നിര്യാതനായി. 38 വയസ്സായിരുന്നു. ബിന്ദുജയാണ് ഭാര്യ. അക്ഷര, അമ്പാടി എന്നിവർ മക്കളുമാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. തിരുത്തിക്കാട് കുലപ്പറമ്പിൽ അപ്പുകുട്ടൻ എന്ന കൃഷ്ണൻ ഭാര്യ കാർത്തിയേനി നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. വിദ്യാസാഗർ, വത്സല, സുലോചന, രവീന്ദ്രൻ, രാജേന്ദ്രൻ എന്നിവർ മക്കളാണ്. പെങ്ങാമുക്ക് തുണ്ടംപറ്റ പരേതനായ അപ്പുകുട്ടൻ മകൻ കുഞ്ഞുമോൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് അയനൂർ ശാന്തിതീരം ക്രിമിറ്റോറിയത്തിൽ നടക്കും. ലീല ഭാര്യയും സജീവ്, സന്തോഷ്, സുധീഷ് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി 15 ദിവസം നീണ്ടു നിൽക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് ചൊവ്വാഴ്ച തിരശ്ശീല ഉയരും. സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇതോടെ തുടക്കമാകും. സംഗീതോത്സവം CCTV സിനിമാ ചാനലിലൂടെയും TCV ഉത്സവ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ നിന്നും മണ്ണ് കയറ്റിയ ടോറസ് ലോറികൾ കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ മതിയായ രേഖകളില്ലാതെയാണ് അമിതഭാരം കയറ്റി മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നതെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. നെല്ലുവായ് പട്ടാമ്പി റോഡിലുള്ള ധന്വന്തിരി ആയുർവേദ ഭവനിൽ നിർമ്മിച്ച ഔഷധോദ്യാനമായ തൊടിയിലെ ചെടി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി CCTVയും ധന്വന്തിരി ആയുർവേദ ഭവനും ചേർന്ന് നടത്തിയ പ്രതിദിന പ്രോഗ്രാമിന്റെ വിജയത്തെ തുടർന്നാണ് ഉദ്യാനം നാടിന് സമർപ്പിച്ചത്. കുന്നംകുളം സെന്റ് തോമസ് ഓർത്തഡോക്സ് കിഴക്കേ പുത്തൻപള്ളിയിൽ സഭാ ജ്യോതിസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് ഒന്നാമൻ മലങ്കര മെത്രാപ്പൊലീത്തയുടെ 208ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. നിരവധി വിശ്വാസികൾ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.